നിത്യസ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ മാനപാത്രവുമാ. 2 തിമോഥെയോസ് 2:21 ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഒരു വീട്ടിലെ 2 തരം പാത്രങ്ങളെ സഭയിലെ വിശ്വാസികളുമായി ഉപമിക്കുകയാണ് ഇവിടെ അപ്പോസ്തലൻ. മാനപാത്രങ്ങളും ഹീനപാത്രങ്ങളും, ദൈവത്തിന് കൊള്ളാകുന്നവരും അല്ലാത്തവരും. ഉടമസ്ഥന് ഉപയോഗിക്കാൻ കഴിയുന്ന പാത്രങ്ങളാകാൻ നമ്മൾ വിട്ടുകളയേണ്ട ചിലത് അദ്ദേഹം ഓർപ്പിക്കുന്നുണ്ട്. ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം, ഭക്തിവിരുദ്ധമായ വൃഥാലാപം, ദുരുപദേശം, അനീതി, യൗവനമോഹങ്ങൾ എന്നിവയാണവ. പ്രിയമുള്ളവരെ, ഇവയെല്ലാം വിട്ടുകളഞ്ഞ് ഉടമസ്ഥന് ഉപയോഗിക്കാൻ കൊള്ളാകുന്ന വിശുദ്ധിയും വെടിപ്പുമുള്ള മാനപാത്രങ്ങളായി നമുക്ക് ജീവിതം തുടരാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല ചിന്തകൾക്ക് നന്ദി. അങ്ങേക്ക് കൊള്ളാകുന്നവരായി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. വിശുദ്ധി കാത്തു സൂക്ഷിച്ച് മുന്നേറുവാൻ കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ, ആമേൻ.